ബേപ്പൂരിൽ വീണ്ടും PV അൻവറിനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബേപ്പൂരിലെ തോൽവിക്ക് കാരണം PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചു. 13 സീറ്റും ജയിക്കാമായിരുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മാത്രമല്ല UDF അധികാരത്തിൽ വരാൻ കാരണം. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനവും കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനവും അതിനു പിന്നിലുണ്ടെന്നും മുല്ലപ്പള്ളി. ആ ഇലക്ഷനെ കുറിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ബേപ്പൂർ ഇലക്ഷൻ അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ഒരു അഭിപ്രായമില്ല. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട 10,000-കണക്കായ പ്രവർത്തകന്മാർ, സാധാരണക്കാർ, അവർ രാപ്പകൽ അധ്വാനിച്ചതിന് യാതൊരു ഫലവുമില്ലെന്നാണ് ശ്രീമാൻ VD സതീശൻ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളും നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയുഗയാത്ര. അതിന് പ്രാധാന്യമില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, ഒരടഞ്ഞ അധ്യായമാണ്. അതൊന്നും തന്നെ കുത്തിപ്പോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ നിസ്സാരമായ കാര്യമാണ് അതൊക്കെ തന്നെ. ശ്രീമാൻ പ്രവീണിൻ്റെ ജന്മനാടായിട്ടുള്ള കീഴേരിയിൽ വെച്ച് നടത്തിയ സ്വീകരണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ 13-12 കിട്ടിൽ 13 നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.